ഇന്നത്തെ വചനം സങ്കീർത്തനം 33:9. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 33 വചനത്തിന്റെ ശക്തി എന്തെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4 വാക്യം, വചനം നേരുള്ളത്, ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസ്തം എന്ന് നാം കാണുന്നു. 5 വാക്യം, നീതിയും ദയയും നിറഞ്ഞ ഹൃദയത്തെ നമുക്ക് കാണാൻ സാധിക്കും. 9 വചനം, ആ വചനത്തിന്റെ സൃഷ്ടി ശക്തി എന്തെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗാഡ്. അവിടുത്തെ വചനത്തിന് 3 ഘട്ടമുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് 3 തലങ്ങളുണ്ട് എന്ന് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1, അവൻ അരുളി ചെയ്തു, ഹി സ്പോക്ക്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 3 വാക്യത്തിൽ, വെളിച്ചം ഉണ്ടാകട്ടെ, ഒരു ശൂന്യതയിലേക്ക് ആദ്യത്തെ വാക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം ആരെന്ന് അബ്രഹാമിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, എൻ്റെ ദൈവത്തിന് ചാരത്തിൽ നിന്ന് സന്തതിയെ ജനിപ്പിക്കുവാൻ സാധിക്കും. കാരണം നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനാണ്. 2, അങ്ങനെ സംഭവിച്ചു. ഇറ്റ് വാസ് ഡൺ. ഡിലേ ഇല്ല, ഡിബേറ്റും ഇല്ല. പറഞ്ഞ പാടെ സംഭവിച്ചു. താമസമില്ല, സംവാദമില്ല. നിങ്ങൾ മഴ കാണുകയില്ല, കാർമേഘം കാണുകയില്ല, എന്നാൽ നീ കുഴിച്ച കുഴികൾ നിറയുമെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ സംഭവിച്ചു. ഒരു ശക്തിക്കും സർവശക്തനായ ദൈവത്തിന്റെ വാക്കിനെ തടുക്കുവാൻ സാധിക്കുകയില്ല. അത് നേതാക്കളായിക്കോട്ടെ, എത്ര ശക്തന്മാരായ ഭരണാധികരായിക്കോട്ടെ, ദൈവത്തിന്റെ വാക്കിനെ എതിർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കും. 3, അങ്ങനെ സ്ഥാപിതമായി. ഇറ്റ് സ്റ്റുഡ് ഫാസ്റ്റ്. ഉണ്ടായത് വീണുപോയില്ല. ഇന്നും ആകാശം നിൽക്കുന്നു, ഭൂമി ഉറച്ചിരിക്കുന്നു. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും എന്ന് എബ്രായർ 1:3 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ വചനമാണ് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും സർവശക്തനായ ദൈവം പറയുന്നത്. ഞാൻ നിന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കി. സങ്കീർത്തനം 139:13 നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേ വചനം ഇന്ന് നിന്നോടും എന്നോടും വീണ്ടും പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യൻ പറയും നടക്കില്ല, സാഹചര്യം പറയും സാധ്യമല്ല, പക്ഷേ അവൻ അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. നിന്റെ ഖയാസിലേക്ക്, ശൂന്യതയിലേക്ക് അവിടുത്തെ ഒരു വാക്ക് മതി. പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനത്തിന് പ്രതിഫലം ലഭിച്ചില്ല. എന്നാൽ യേശു ഒരു വാക്ക് കൽപ്പിച്ചു. അത് പത്രോസിന്റെ രൂപാന്തരത്തിന് കാരണമായി മാറി. പത്രോസിന്റെ ശൂന്യതകൾ മാറി, അത് നിറവായി തീർന്നു. അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തിന് മുകളിൽ ഈ വചനം വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക. അവൻ കൽപ്പിച്ചാൽ അത് ഉറച്ചു നിൽക്കും. വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക. അതിനായി ഈ വചനം കാരണമാകട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.